സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ കർത്താവ് ഇന്ന് നമുക്കായി തന്ന ആ ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഇന്ന് പകല് വലിയ സന്തോഷമുണ്ട്. സ്തോത്രവാദനെ ചിന്നു അമ്മയാലെ മോനെ കടന്നു വന്നു. സ്തോത്രം. അവരുടെ യാത്രയിലെല്ലാം ദൈവം കൂടിയിരുന്നു. സ്തോത്രം. ഇന്ന് അനുഗ്രഹപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകി. കർത്താവ് ചെയ്ത കരുതൽ സ്തോത്രം. പലപ്പോഴും ചിന്നു വിളിക്കുമ്പോൾ ചില പ്രതികൂലം വരുമ്പോൾ ചിന്നു പറയും, എന്നെ ദൈവം കൈവിട്ടോ. സ്തോത്രം. സ്തോത്രം. പലപ്പോഴും ചിന്നു പറയാറുണ്ട് അമ്മയാലുക. പക്ഷേ ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ചിന്നു പറയും, എന്നെ കൈവിട്ടില്ല, എന്റെ കർത്താവിനെ അത്രമാത്രം സ്നേഹിക്കുന്നല്ലോ. സ്തോത്രം. അത്രമാത്രം ഓരോ ചോദ്യത്തിനും സ്വർഗത്തിന്റെ ദൈവം മറുപടി കൊടുത്ത് അമ്മയാലുക ചിന്നുവിനെ കുടുംബത്തെ ഇത്രയോളം ദൈവം കൊണ്ടുവന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. സ്തോത്രം. ദൈവം സ്തോത്രം. ഈ പ്രാവശ്യ വരവ് ചിന്നുവിന്റെ ജീവിതത്തിനകത്ത് വലിയൊരു അനുഗ്രഹമായി ചുമ്മാ വരുന്നതൊന്നുമല്ല. ചില നാൾക്കുള്ള ചില വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കുവാൻ, ചില വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാനുള്ള ആരെ കൊണ്ടുവന്നിരിക്കുന്നത്? ചിന്നുവിനെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നത് കുടുംബമായി ആ ദൈവത്തിന്റെ നന്മ അനുഗ്രഹവും ദൈവം ഒരുക്കുന്നത്. സ്തോത്രം. അതുപോലെ ജോലി സ്ഥലത്ത് ദൈവം ഒരു മാറ്റം ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ ശക്തമേറിയ ദൂത പറയുന്നത് ജോലി സ്ഥലത്ത് ഒരു മാറ്റം സംഭവിക്കാൻ പോവാ. സ്തോത്രം. ഇനി സ്തോത്രം നമ്മുടെ സാലറി നമ്മളാ സംസാരിക്കുന്നത്, അധികാരത്തോട് പറയാൻ പോവാ. അതിലേക്ക് ദൈവം അപ്രകാരമുള്ള ജോലിയിലേക്ക് അധികാരത്തോട് നമ്മുടെ സാലറി നമുക്ക് പറയാനുള്ള അധികാരവും ശക്തിയോടെ ഉറപ്പോടെ നമ്മൾ ചോദിക്കും. അത് തരുന്ന രീതിയിലേക്ക് ആര് മാറ്റും? കർത്താവ് അതിനകത്ത് മാറ്റും. ഒരു വലിയ അത്ഭുതം അതിനകത്ത് നടക്കാൻ പോകും. സ്തോത്രം. അതുപോലെ ശ്യാമിന്റെ ജോലിക്കകത്ത് ഒരു മാറ്റം സംഭവിക്കാൻ പോകും. സ്തോത്രം. ശ്യാമ ജോലിക്ക് പോകുന്നെങ്കിൽ ഇങ്ങനെ തട്ടിമുട്ടിയല്ല പോകുന്നത്. അതിനകത്തൊരു മാറ്റം ഒരുക്കി ആ ദൈവത്തിന്റെ വലിയൊരു എക്സ്പീരിയൻസിന്റെ നന്മ ഒരുക്കുന്ന ഒരു വഴി ദൈവം തുറക്കാൻ പോകും. സ്തോത്രം. അടുത്ത ഒരു ദൂതോട് പറയാം. നിങ്ങൾ 2026 ഈ വരവ് വന്ന് പോയി 2026-27 അകത്ത് നിങ്ങൾക്കൊരു വാഹനം ദൈവം തരാൻ പോകും. ഗൾഫിൽ ശക്തമായി പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ വാഗ്ദത്തം അതിനകത്ത് നിവൃത്തിയാവാൻ പോവാ. ദൈവത്തിന്റെ ദൂത് അതിനകത്ത് നിവൃത്തിയാക്കാൻ പോവാ. സ്തോത്രം. അതുപോലെ ഞാൻ ഒരു കാര്യത്തോട് ശക്തമായി പ്രാർത്ഥിക്കുക. സ്തോത്രം. ഒരു കാര്യം പറയുക, മനുഷ്യന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. സ്തോത്രം. അവിടെ ഡ്രൈവിംഗ് പഠിക്കണം. സ്തോത്രം. മജൂസ് ജോലിക്ക് പോകുന്നതല്ല, ഒറ്റയ്ക്ക് അവൻ ഡ്രൈവ് ചെയ്ത് പോകുന്ന രീതിയിലേക്ക് ദൈവം മാനിക്കണം. സ്തോത്രം. ഇത്രയും കാലമായി സ്തോത്രം എന്നേ പോകേണ്ടതാണ്. ഇനി ധൈര്യം കൊടുത്ത് ദൈവം അതിനുള്ള വഴിക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെ കുഞ്ഞുങ്ങളെല്ലാം, വിദേശത്തുള്ള നമ്മളെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹപ്പെടണം. ഒരു കുഞ്ഞുങ്ങളെ വിദേശ ദൈവം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സ്തോത്രം, ഇന്ത്യൻ മണി അല്ലാതെ മറ്റു രാജ്യത്തിന്റെ കറൻസി അവരുടെ കരങ്ങളിൽ വരുന്നെങ്കിൽ അവർ അനുഗ്രഹപ്പെട്ടിരിക്കണം. അത് അവര് മാത്രമല്ല, അവരുടെ ഭവനം അനുഗ്രഹപ്പെടണം, അവരുടെ മാതാപിതാക്കൾ അനുഗ്രഹപ്പെടണം, സഹോദരങ്ങൾ അനുഗ്രഹപ്പെടണം, സ്തോത്ര സഭ അനുഗ്രഹപ്പെടണം. അവർ വഴി ദൈവത്തിന്റെ എല്ലാം നന്മ ഒരുക്കണം. ദൈവം അവരെ കൊണ്ടുപോയി കറൻസി കൊടുക്കുമ്പോൾ കറൻസി പ്രയോജനപ്പെടണ്ടേ? സ്തോത്രം. കറൻസി കിട്ടിയിട്ട് എനിക്ക് പ്രയോജനപ്പെടുന്നതല്ല, രാജ്യങ്ങളിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാ വാഗ്ദത്ത ദൂതുകൾ നിവർത്തിയാവും. അപ്പൊ ദൈവത്തിന്റെ നന്മയുണ്ട്. ശക്തമായ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഈ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഈ വരവും പോക്കും അതിനൊരു അനുഗ്രഹത്തിന് കാരണമാകും. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണം. സ്തോത്രം. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. പ്രതികൂലം ഒരു ദൈവവേദനയുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ, പ്രതിസന്ധി ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ, ഒരു പ്രതികൂലം ഒരു ദൈവജനത്തിന്റെ അകത്തുണ്ടെങ്കിൽ, ദൈവമക്കളുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ, ഒരു പ്രതിസന്ധി ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ, ദൈവം കൈവിട്ടത് കൊണ്ടല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചില സാക്ഷ്യങ്ങൾ ചില വ്യക്തികളോടായി സംസാരിക്കുമ്പോഴും ചില കാര്യങ്ങൾ ദൈവവചനത്തിൽ പഠിക്കുമ്പോഴും ദൈവം വ്യക്തമായിട്ട് വിളിച്ചു കാണിക്കുന്നുണ്ട്. പ്രതികൂലം വരുന്നത്, പ്രതിസന്ധി വരുന്നത് ദൈവം ഉപേക്ഷിച്ചിട്ടല്ല. നമ്മൾ ആഗ്രഹിക്കാത്ത നൽകുക. പ്രതികൂലം ഇഷ്ടമല്ല, പ്രതിസന്ധി വരുന്നത് നമുക്ക് ഇഷ്ടമല്ല, പരീക്ഷ വരുന്നതൊന്നും ഇഷ്ടമല്ല. സ്തോത്രം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും പ്രതികൂലം വരുന്ന ആർക്കും ഇഷ്ടമല്ല, പ്രതിസന്ധി വരുന്ന ആർക്കും ഇഷ്ടമല്ല, ദൈവമക്കളായ ദൈവജനമായ നമുക്ക് ഇഷ്ടമല്ല. അപ്പൊ പ്രതികൂലം വരുന്നതും പ്രതിസന്ധി വരുന്നതും ദൈവത്തിന്റെ വചനത്തിനകത്ത് ദൂതായിട്ട് പറയുന്നുണ്ട്. ദൈവവചനത്തിനകത്ത് പഴയ നിയമം മുതൽ പുതിയ നിയമത്തിനകത്ത് 66 പുസ്തകം അടങ്ങുന്ന ദൈവത്തിന്റെ വചനത്തിനകത്ത് ശക്തമായിട്ട് പറയുന്നുണ്ട്. പ്രതികൂലം വരുന്നു, പ്രതിസന്ധി വരുന്നത് ദൈവം നിന്നെ കൈവിട്ടത് കൊണ്ടല്ല. എന്റെ ദൈവം എന്നെ കൈവിട്ടതാണോ
എന്തുകൊണ്ടാണ് എന്റെ കുടുംബത്തിനകത്ത് ഇത് സംഭവിക്കുന്നത്, എന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് സംഭവിക്കുന്നത് എന്ന് നീ ചോദിക്കാൻ പാടില്ല. അതിനെ ദൈവം കൈവിട്ടത് കൊണ്ടല്ല. ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് പ്രതികൂലം വരുന്നത്, പ്രതിസന്ധികൾ വരുന്നത്. പ്രതിസന്ധി വരുമ്പോഴാണ് നീ കണ്ണുനീരെടുക്കുന്നത്. പ്രതിസന്ധി വരുമ്പോഴാണ് നിന്റെ പഴയ ജീവിതത്തിലേക്ക് നീ ചിന്തിക്കുന്നത്. പ്രതിസന്ധി വരുമ്പോഴാണ് ദൈവം ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് നിനക്ക് മനസ്സിലാവാൻ പറ്റുന്നത്. ഇതെല്ലാം പ്രതിസന്ധി വരാത്ത ദൈവജനത്തിനകത്ത് വരത്തില്ല. പ്രതിസന്ധി വന്നില്ലെങ്കിൽ എന്നും സന്തോഷപരമായി കൊണ്ടുപോയാൽ ഇതൊന്നും വരത്തില്ല. നമ്മുടെ കുറവിനെ ഏറ്റുപറയാൻ കഴിയുന്നത് പ്രതിസന്ധി വരുമ്പോഴാണ്, അല്ലയോ? പ്രതികൂലം വരുമ്പോഴാണ് നമ്മൾ ദൈവത്തോട് ചോദിക്കും, ദൈവത്തോട് കരയും, കർത്താവേ സ്തോത്രം, എന്തുകൊണ്ട് അപ്പച്ച എന്നെ ഇങ്ങനെ ഉപേക്ഷിച്ചത്? എന്തുകൊണ്ടാണ് എന്നെ യേശുവച്ച എന്റെ ജീവിതത്തിനകത്ത്, എന്റെ കുടുംബത്തിനകത്ത് ഇങ്ങനെ ഒരു പ്രതികൂലം വന്നത്, പ്രയാസം വന്നത്? സ്തോത്രം. അപ്പോഴും ഉറപ്പിക്കുന്ന വചനം പറയുക, സ്തോത്രം, ദൈവം അറിയാതെ ദൈവപൈതലേ നിന്റെ ജീവിതത്തിനകത്തൊന്നും വരത്തില്ല. അബ്രഹാം പിതാവ് യാഗമർപ്പിക്കാൻ ചെന്നു. സ്തോത്രം. അബ്രഹാം പിതാവ് ഒരു വട്ടം പോലും ചോദിച്ചില്ല, ഒരു വട്ടം പോലും ദൈവത്തോട് ചോദിച്ചില്ല, ദൈവമേ അങ്ങനെക്ക് വാർദ്ധക്യ കാലത്ത് തന്ന തലമുറയെ എടുക്കണമെന്ന് പറഞ്ഞു, അവയെ യാഗമർപ്പിക്കണമെന്ന് പറയുന്നു. എന്തുകൊണ്ടാ ഇങ്ങനെ ഒരു പ്രതികൂലമെന്ന് അബ്രഹാം പിതാവ് ചോദിച്ചോ? അതുകൊണ്ടാണ് നമ്മളെ പിതാവായി തീർന്നത്. വിശ്വാസത്തിന്റെ പുരുഷനായ, വിശ്വാസത്തിന്റെ പിതാവായി അബ്രഹാം പിതാവ് മാറിയതിന്റെ കാര്യം എന്തുവാ? പിതാവ് ഒരിക്കലും ആരോട് ചോദിച്ചിട്ടില്ല. സ്തോത്രം, ചോദിച്ചിട്ടില്ല. നമ്മൾ 10 വട്ടം ചോദിക്കേണ്ടി വരും. എത്ര നന്മ വന്നാലും നമ്മൾ മറക്കുന്നു. നമ്മൾ പ്രതികൂലെ മുന്നിൽ വെക്കുന്നു, പ്രതിസന്ധിയെ മുന്നിൽ വെക്കുന്നു. ഇന്ന് പകരം ഞാൻ വിളിച്ചു പറയുക, പ്രതിസന്ധി വരുമ്പോൾ നീ സന്തോഷിച്ചോ? എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. ചിലത് എന്നെ ഒന്ന് നികത്തുവാനും, ചിലത് എന്റെ മേലിൽ നിന്ന് അത്ഭുതം പറയുവാനാണ്. അത്ഭുതം എന്റെ യേശു ചെയ്തെന്ന് പറയാൻ വേണ്ടിയാണ്. സ്തോത്രം. ഏറ്റവും കൂടുതൽ ഞെരുക്കം വരുമ്പോഴും പ്രതികൂലം വരുമ്പോഴും സന്തോഷിച്ചോണം. കാര്യം എന്തുവാ? ദൈവത്തിന്റെ വലിയ വാഗ്ദത്തം നിനക്ക് തരാൻ സമയമായി, വലിയ ദൂത് നിനക്ക് തരുവാൻ സമയമായി, വലിയ അനുഗ്രഹം നിനക്ക് തരുവാൻ സമയമായി, അനുഗ്രഹത്തിനകത്ത് അത്ഭുതം ചെയ്യാൻ സമയമായി. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പ്രതികൂലമാണ്. സ്തോത്രത്തിന് ഞാൻ ഇന്ന് ഒരു ദൂത് ഇവിടെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പാർശ്വം എന്തുവാ? ഉടമസ്ഥ അവകാശത്തിന് വേണ്ടി ആരോട് പ്രാർത്ഥിക്കാൻ? ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. നമ്മുടെ സഭയുടെ ഉടമസ്ഥ, സഭയുടെ വിഷയത്തെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ചുറ്റുപാട് ഭാരപ്പെട്ടിരുന്ന സമയമുണ്ട്, പ്രതികൂലമായി നിന്ന സമയമുണ്ട്, ഉറങ്ങാതിരുന്ന സമയമുണ്ട്, ദൈവത്തോട് ഓരോ ചോദ്യം ചോദിച്ച ദിവസങ്ങളുണ്ട്. അപ്പോഴാ ദൈവം ഇന്ന് വാസ്തവമായി പറയിപ്പിച്ചത് എന്തു പറഞ്ഞേ? ഉടമസ്ഥയ്ക്ക് ദൈവത്തിന് തരാൻ നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നുമല്ല. നമ്മളെ ചിന്തകളോ നമ്മുടെ ഹൃദയ വിചാരങ്ങളോ ഒന്നുമല്ല ആരെ അന്വേഷിക്കുന്നത്? കർത്താവ് അന്വേഷിക്കുന്നത്, കർത്താവ് തരുന്നത്. ഞെട്ടിക്കുന്നതിൽ അത്ഭുതമായിരിക്കും കർത്താവ് തരുന്നത്. ഞെട്ടിക്കുന്നതിൽ അത്ഭുതമായിരിക്കും കർത്താവ് തരുന്നത്. നമ്മളെ ഞെട്ടിക്കുന്നതിൽ അത്ഭുതത്തോടായിരിക്കും കർത്താവ് എന്ത് ചെയ്യുന്നത്? നമ്മളെ പുറത്തു കൊണ്ടുവരുന്നത്. ഒരിക്കലും നമ്മളെ എന്ത് ചെയ്യത്തില്ല? ഉപേക്ഷിക്കത്തില്ല, കൈവിടത്തില്ല. എന്ന് പകരം ഉയർത്തി പ്രാർത്ഥിച്ചു, ഒരിക്കലും എന്നെ കൈവിടാനോ ഉപേക്ഷിക്കാനോ അല്ല പ്രതികൂലം വരുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മളെടുത്ത ദൈവത്തിന്റെ വചനമുണ്ട്, അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങൾ. സ്തോത്രം. ഒന്ന് വായിക്കാം. ആ ഒന്ന് തിരുത്തോസിൽ നിന്ന് തന്നെ വരാം. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് ആ കഴിഞ്ഞ ആഴ്ചയുടെ അങ്ങേയാഴ്ച നമ്മൾ എടുത്തൊരു ഭാഗമുണ്ട്. എന്തുവാ? സ്തോത്രം. 1 യോഹന്നാന്റെ പുസ്തകത്തിനകത്ത് ഒരു ഭാഗമുണ്ട്. അതായിരുന്നു നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. തുടക്കം അതായിരുന്നു. ഇന്നിപ്പോ ഇതൊന്ന് വായിക്കാം. കണ്ടോ? അന്ത്യകാലത്ത് എന്ത് വരും? ദുർഘട സമയം വരുമെന്ന് ദൈവമക്കളെ നിങ്ങൾ അറിയണം. അന്ത്യകാലത്ത് സ്തോത്രം സോഫ്റ്റ് ആയിട്ടല്ല വരുന്നത്, സന്തോഷത്തോടൊന്നും അല്ല വരുന്നത്. അന്ത്യകാലത്ത് എന്ത് വരും? ദുർഘട സമയം, പ്രശ്നങ്ങൾ വരും, പ്രതികൂലം വരും. ഇന്ന് പൂർണ്ണമായി കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുക. നമ്മള് സ്തോത്രം പ്രവചിക്കുന്ന, സ്തോത്രം ചിന്തിക്കുന്ന രീതിയിലുള്ള സ്തോത്രം കാലാവസ്ഥയൊന്നുമല്ല ഇന്ന് വരുന്നത്. കാലാവസ്ഥ മാറി, പല രീതി പ്രകൃതി തന്നെ സൂചന കണ്ടുകൊണ്ടിരിക്കുക. അതിന്റെ എല്ലാ അർത്ഥം എന്തുവാ? അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങൾ പറയുക. പ്രതികൂലം, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വരും. അന്ത്യകാലം ഒരിക്കലും സോഫ്റ്റ് ആയിട്ട് വരുന്നതല്ല. അന്ത്യകാലത്ത് പ്രതികൂലം വരും, പ്രയാസം വരും. നമ്മൾ കേൾക്കാത്തതെല്ലാം പലതും നമ്മൾ കേൾക്കും, കാണുന്നതെല്ലാം പലപ്പോഴും നമ്മൾ കാണേണ്ടി വരും. സ്തോത്രം. അടുത്തത് ഇത് വിശദീകരിക്കുന്നില്ല, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. അടുത്തതേക്കോ? അഹങ്കാരികളും. ഇന്ന് ഭയങ്കര അഹങ്കാരമാണ് മനുഷ്യന്. മനുഷ്യന് 10 രൂപ ഉണ്ടെങ്കിൽ 100 രൂപയുടെ അഹങ്കാരമാണ്.
ആരെയും ബഹുമാനമില്ലാത്തൊരു കാലമാണ്, ആരെയും സ്നേഹിക്കാത്തൊരു കാലമാണ്, ആരോടും സ്നേഹമില്ലാത്തൊരു കാലമാണ്. അവരെ വകവെച്ചു കൊടുക്കാത്ത കാലമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നില്ല, അവരുടെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ സ്തോത്രം അവരുടെ കുറവുകളെ ഒന്നും അവര് സ്തോത്രം ഏറ്റുപറയാറില്ല. അഹങ്കാരം, നമ്മൾ തന്നെ ഇത്രയും അഹങ്കാരം ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാ. നമ്മളെ ചെറുപ്രായത്തിൽ നമ്മൾ കണ്ടിട്ടില്ല ഇത്രയും. ഇന്നത്തെ തലമുറയുടെ എല്ലാം അഹങ്കാര സംസാര രീതിയെല്ലാം കണ്ടു കഴിഞ്ഞാൽ സ്തോത്രം ക്രിസ്തീയ രീതിയിൽ തന്നെ ശുശ്രൂഷ നടത്താൻ തന്നെ യേശുവിനോടുള്ള അങ്ങോട്ട് കൽപ്പിക്കുകയോ ചെയ്തു. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കാനാണ് യേശു പറഞ്ഞേക്കുന്നത്. യേശുവിനോട് അങ്ങോട്ട് കൽപ്പിക്കുകയോ ചില ശുശ്രൂഷയെ കാണുമ്പോൾ എനിക്ക് തന്നെ ഓർക്കാറുണ്ട്. യേശുവിനോട് എന്ത് ചെയ്യുക, അങ്ങോട്ട് കൽപ്പിക്കുക. പുള്ളിക്കാരെ യേശുവിന് എന്തോ കൊടുത്തു വെച്ചിട്ടുണ്ട്. യേശു തമോ നമ്മുടെ യേശുവിനോട് എന്ത് ചെയ്യുക, യേശുവിന്റെ നാമത്തിൽ നമ്മൾ കൽപ്പിക്കുന്നത് നമ്മുടെ പ്രതികൂലം മാറണേന്ന്. കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. കാര്യം എനിക്കൊരു അധികാരവും ഇല്ല, എനിക്കൊരു കഴിവുമില്ല, എനിക്കൊരു ശക്തിയില്ല, ആർക്കേ ഉള്ളൂ എന്ന ദൈവത്തിന് മാത്രമേ. സ്തോത്രം. നേരത്തെ ജില്ലു ആശയം പറഞ്ഞപ്പോ പറഞ്ഞു, എനിക്കൊരു കഴിവുമില്ല, എനിക്കൊരു കഴിവുമില്ല, ഞാൻ വെറും പൊട്ടണ, എനിക്കൊരു കഴിവുമില്ല. പക്ഷെ എന്റെ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കഴിവുണ്ട്, എനിക്ക് കഴിവുണ്ട്. ആ കഴിവിനകത്ത് എനിക്ക് അഹങ്കരിക്കാൻ പറ്റും, ആ കഴിവിനകത്ത് എനിക്ക് പ്രശംസിക്കാൻ പറ്റും. ആർക്കാ അതിനകത്ത് പ്രശംസിക്കാൻ കഴിവുള്ളത്? അഹങ്കരിക്കണമെങ്കിലും പ്രശംസിക്കണമെങ്കിൽ അതിന് മഹത്വം എടുക്കണമെങ്കിൽ ആർക്കേ കഴിയത്തുള്ളൂ? കർത്താവ് യേശുവിന് മാത്രമേ ഉള്ളൂ. കർത്താവ് യേശുവിന് നന്നതാ. ഞാൻ പ്രസന്റ് ചെയ്തതേ ഉള്ളൂ. ഞാൻ വെറും റെപ്രസെന്റീവ്. അതിനകത്ത് ഞാൻ വെറും സ്വത്രം, അതിന്റെ വെറും ഡെമ്മി പീസാ. ദൈവം പറഞ്ഞാൽ ഞാൻ പറയും. ദൈവം നന്നായിരിക്കണം, അല്ലാതെ എനിക്ക് ഒന്നിന് കഴിവില്ല. സ്തോത്രം. ഇന്ന് പകല് സ്വയം താഴ്ത്തുന്നവനെ ആര് ഉയർത്തും? ദൈവവചനം പഠിപ്പിക്കുന്നതാണ്. സ്വയം താഴ്ത്തുന്നവനെ കർത്താവ് ഉയർത്തും, സ്വയം ഉയർത്തുന്നവനെ ദൈവം താഴ്ത്തും. ഇന്ന് പല ശുശ്രൂഷകന്മാരും പല സഭയുടെ, പല ആശുമാരുടെ, പല കമ്മിറ്റികളുടെ, പല സെക്രട്ടറിമാരുടെ, പല വിശ്വാസികളുടെ സംസാരത്തിനകത്ത് നോക്കുമ്പോൾ അവരുടെ ചിന്ത യേശുവിനോട് അങ്ങോട്ട് പഠിപ്പിക്കുക. പാപമാണെന്ന് പറഞ്ഞു കൊടുത്താൽ പറയും അത് പാപമൊന്നുമല്ല, യേശുവിനോട് ഞങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കുന്നുണ്ട്. യേശു പറയും, യേശു ഞങ്ങൾ പറയുമ്പോൾ ആരനുസരിച്ചോണം? യേശു അനുസരിച്ചോണം. അല്ല, നമ്മൾ യേശുവിന്റെ അടുത്ത് യാചിക്കുമ്പോൾ യേശു നമ്മുടെ വാർത്ത കേട്ട് യേശു ചിലർ കൽപ്പിക്കും, നമ്മൾ അനുസരിച്ചോണം. അവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവം. ഇന്ന് ചുരുക്കമാട്ടോ, ദൈവ കൽപ്പനയ്ക്ക് കീഴ്പ്പെടുന്നവരെ ചുരുക്കം. ചിലരോട് പറയുന്നേക്കാരും ഇപ്പോഴത്തെ എന്റെ സാഹചര്യം ഇതാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, സഭയുടെ ഉദ്ഘാടനത്തിനകത്ത് ഒരു പാസ്റ്റർ എഴുന്നേറ്റ് ലീഡ് ചെയ്യും. യേശുവേ, ഇവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയെന്ന് എനിക്കറിയാം, പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാം, പക്ഷെ നിർത്തിക്കോ, എനിക്ക് സമയമില്ല. വലിയ സീനിയർ പാസ്റ്റർ, ശമ്പളം തന്നെ 1.5 ലക്ഷം രൂപയ്ക്കകത്ത് ശമ്പളം മേടിക്കുന്ന ആളാണ്. സഭയ്ക്ക് അത്ര വലിയ സഭയ്ക്കകത്തിരിക്കുന്ന പാസ്റ്റർ, സീനിയർ പാസ്റ്റർ. പുള്ളിക്കാരൻ പറയുന്ന ഡയലോഗാണ്. എന്തോ പരിശുദ്ധാത്മാവ് ഇറങ്ങിയത് എനിക്കറിയാം, ഇവിടെ ഇറങ്ങുന്നുണ്ട്, വ്യാപരിക്കുന്നു, പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് സമയമില്ല, നിർത്തിക്കോ. ഇവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്ന കാര്യങ്ങൾ നല്ല പിടിക്കും. എത്ര മണിക്കൂർ വേണമെങ്കിൽ നിന്ന് തരാം. കർത്താവേക്ക് വെളിപ്പെടണേന്ന് പറഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുക. ഇത് അഹങ്കാരം. ഒന്നുമില്ലാത്ത കുടുംബത്തിലെ, ഒന്നുമില്ലാത്ത വീട്ടിലെ താറാവിനെ വളർത്തി താറാമുട്ട വിറ്റ് അതിനകത്തുള്ള ജീവിതം ആരംഭിച്ച കുടുംബമാണ്. അതിനകത്തുള്ള തലമുറയാണ്. ഒരു മണ്ണങ്കട്ടയില്ലാത്ത കുടുംബത്തിൽ നിന്നാണ് കർത്താവിനെ അറിഞ്ഞ് കർത്താവ് അനുഗ്രഹിച്ചു. ഇപ്പൊ വെച്ചിരിക്കുന്ന 1.5 കോടിയുടെ വീടാ. മക്കളെല്ലാം അയർലൻഡിലും മക്കളെല്ലാം മറ്റു രാജ്യങ്ങളിലെല്ലാം പോയി സെറ്റിലായി. വട്ടക്കൂലിമാരും. പുള്ളിയുടെ ഫാമിലി തുടക്കം മുതൽ എനിക്കറിയാം എങ്ങനെയുള്ള ഫാമിലി ആയിരുന്നു അറിയാം. ഇപ്പൊ സെറ്റപ്പായപ്പോ ആരോട് കൽപ്പിക്കുക? പരിശുദ്ധാത്മാവെ നിർത്തിക്കൂ. സഭയിൽ
ജീവിതകാലം മുഴുവനും പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുക്കാൻ വേണ്ടി കൂടുവന്നു. അങ്ങ് എന്ത് പറയുന്ന അതിനാ സമയം, മറ്റൊന്നിനുമല്ല. യഥാർത്ഥ ആരാധന വെളിപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. യഥാർത്ഥ ആരാധന മഹത്വം വെളിപ്പെടണം. യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് എന്തുവാ? സ്വർഗീയ ആരാധന സഭയ്ക്കകത്ത് വെളിപ്പെടുമ്പോൾ ഞാൻ തന്നെ മറന്നു പോകും, എന്നെ മറന്നു പോകും. അതാ ആരാധന. ഇന്ന് എത്ര അടുത്ത് അങ്ങനെ ആരാധന നടക്കുന്നുണ്ട്? എത്ര ആരാധന നടക്കുന്നുണ്ട്? പരിജ്ഞാനം വേണം, ഒന്ന്. രണ്ട്, ഞാൻ ദൈവത്തെ ആരാധിക്കാനിരിക്കുമ്പോൾ, ദൈവവചനമായി ഇരിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ മറന്നു പോകണം. കാര്യം ഞാൻ ആരാ? ഞാൻ കയറി വന്നപ്പോ പല പ്രശ്നമുള്ളവനായിട്ടാ വന്നത്, പല പ്രതികൂലമുള്ളവനായിട്ടാ വന്നത്. സ്തോത്രം. ഞാൻ ഇന്ന കുടുംബത്തിലെ ഇന്ന മക്കളാ, അല്ലെങ്കിൽ ഇന്ന ആളുടെ ഭാര്യ, ഇന്ന ആളുടെ ഭർത്താവാ, ഇങ്ങനെ പല ചിന്തകളിലാണ് ഞാൻ കയറി വന്നത്. പക്ഷെ ഞാൻ ദൈവസന്നിധി കയറി വന്നിരുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാല് മടക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ചിന്തയെല്ലാം എന്ത് ചെയ്യണം? മാറ്റിക്കണം. ഞാൻ ആരാ? കർത്താവേ, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ഒരു യോഗ്യതയില്ലാത്ത സ്ഥാനത്തു തന്നെ വിളിച്ചതാണ്. എനിക്ക് ഒരു യോഗ്യതയില്ലായിരുന്നു. എന്റെ കാട്ടിൽ വിദ്യാഭ്യാസം ഉള്ളവരുണ്ടായിരുന്നു, എന്റെ കാട്ടിൽ സൗന്ദര്യമുള്ളവരുണ്ടായിരുന്നു, എന്റെ കാട്ടിൽ ആരോഗ്യമുള്ളവരുണ്ടായിരുന്നു, എന്റെ നാട്ടിൽ എന്റെ കാട്ടിൽ കഴിവുള്ളവരുണ്ടായിരുന്നു. അവർക്കൊന്നും ലഭിക്കാത്ത ഭാഗ്യമാണ് ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചത്. ദൈവത്തിന്റെ പൈതൽ എന്നുള്ള അഭിഷേകത്തിൽ എന്നെ അഭിഷേകം ചെയ്ത് കൊണ്ടുവന്നിരിക്കുക. സ്തോത്രം. ഇനി ഞാനും ദൈവമായിട്ട് ഇവിടെ ബന്ധം. എനിക്ക് കിട്ടുന്ന ചില സമയങ്ങൾ ഞാൻ ആർക്ക് ഏൽപ്പിക്കുക? ദൈവസന്നിധിയെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന ആരാധനയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. നമ്മൾ ആരാധിക്കുന്നുണ്ട്, നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയുന്നുണ്ട്, ദൈവകൃപ നിറയുന്നുണ്ട്. പക്ഷേ ചിലത് നമ്മൾ ഇപ്പോഴും വിട്ടുകൊടുത്തിട്ടില്ല. ഇപ്പോഴും പലതും നമ്മൾ ചിലതിനകത്ത് എന്ത് ചെയ്തില്ല? ക്യാപ്പിട്ട് വെച്ചേക്കുക, വിട്ടുകൊടുത്തിട്ടില്ല. ചിലത് നമ്മളെ കൈ വെച്ചേക്കുക. കർത്താവ് പറയാം എന്ത് ചെയ്യണം? വിട്ടുകൊടുക്കുക. കർത്താവ് അതുകൊണ്ടാ പറഞ്ഞേ, ഭാരം ചുമക്കുന്നവരെ നീ എന്റെ അടുക്കിലേക്ക് വാ, നിന്റെ ഭാരം ഞാൻ ചുമന്നോളാം, നിന്റെ ഏത് പ്രശ്നവും ഞാൻ ചുമന്നോളാം. പക്ഷെ നമ്മളെ ഫ്രണ്ട് ഇപ്പോഴും ചിലത് ചെയ്യുക, കർത്താവിന് ചുമക്കാൻ തരത്തില്ല, ഞാൻ വിളിച്ചോളാം. ഓ, കർത്താവിന് എല്ലാം തന്ന കർത്താവിന് വിഷമമായി തീരും, അതുകൊണ്ട് ഞാൻ വിളിച്ചോളാം. അതുകൊണ്ടാണ് ഇന്ന് ചിലത് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വിശ്വാസത്തോടെ ആരാധന എന്തിനാന്ന് പറഞ്ഞു നമ്മൾ ഇത്രയും നാളും വിശ്വാസത്തെ ഓടിക്കൊണ്ടിരിക്കുക. എങ്കിലും ചിലയിടത്തല്ല എങ്ങനെ കിട്ടുമായിരിക്കും ഈ ചിന്ത നമ്മളെ മേലില്ലയോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? പറ. ഉണ്ട്, എന്തെങ്കിലും ഉണ്ട്, എന്തെങ്കിലും ഉണ്ട്, ഇരിപ്പുണ്ട്. ഇത് മനുഷ്യ ബുദ്ധിയാ. ഇതാ പറയുന്നത്, ഇത് ചാവണം, ഈ ചിന്ത ചാവണം. ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല. നിന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് നോക്ക്, അവിടുന്ന് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയുണ്ട്. നിന്റെ കണ്ണുകൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നോക്ക്, അവിടുന്ന് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ശക്തിയുണ്ട്. തിരിച്ചറിയ ദൈവം നിന്റെ കുടുംബത്തെ മാറ്റാൻ പോവുക, നിന്റെ സ്ഥിതികളെ മാറ്റാൻ പോവുക, സമയാവസ്ഥ മാറ്റാൻ പോവുക. ആ ദൈവത്തെ നോക്ക്. ഇന്നിപ്പോ ഈ സഭയ്ക്കകത്ത് പുറത്തോട്ടിറങ്ങിയ ഇപ്പൊ ഒരു കുഞ്ഞുങ്ങളെടുത്ത് ചോദിച്ചാൽ അവർ മുഖത്തോട്ട് നോക്കിയിട്ട് പറയും, ഇപ്പൊ മഴ പെയ്യും, ഇച്ചിരി കഴിയുമ്പോൾ മഴ പെയ്യും. കാലം എന്തുവാ? മേഘമെല്ലാം മൂടിക്കിടക്കുക, ചെറിയ പൊടിച്ചിലെല്ലാം ഉണ്ട്. ഇപ്പൊ അവർക്ക് കാലാവസ്ഥ വിവേചിക്കാൻ അറിയാം. ദൈവം പറയുക, നിങ്ങൾക്ക് കാലങ്ങൾ വിവേചിക്കാൻ അറിയാം, കാലാവസ്ഥ വിവേചിക്കാൻ അറിയാം, പക്ഷെ ദൈവത്തിന്റെ വരവ് വിവേചിക്കാൻ അറിയത്തില്ലയോ? ഇന്ന് പകല് പറയുക, ഞാൻ ദൈവത്തിന്റെ പൈതല, എന്റെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ഇന്ന് പകലിലും എനിക്ക് അസാധ്യമെങ്കിൽ ഇന്ന് പകല് ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയുക, എനിക്ക് അസാധ്യമായ ഒന്നുമില്ലാത്തൊരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. ഇന്ന് എനിക്ക് അസാധ്യമാണ്, എന്റെ ബുദ്ധി അസാധ്യമാണ്, എന്റെ ചിന്തകൾ അസാധ്യമാണ്, എന്റെ ബന്ധങ്ങൾ അസാധ്യമാണ്. പക്ഷെ അസാധ്യങ്ങളെ മാറ്റി നല്ല ശക്തനായ ഒരു ദൈവത്തെ ആരാധിക്കുന്നത്, ഒരു ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത്. ഇത് പകലും പൂർണ്ണമായി ആ ജീവനുള്ള ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത്, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത്. എനിക്ക് മറന്നു തരാൻ പോവുക. ഇന്ന് പകൽ ചില ദൂതുകൾ നിങ്ങൾ കുടുംബത്തിനകത്ത് നടത്തിയാവട്ടെ, ചില വാർത്തകൾ നിങ്ങൾ കുടുംബത്തിനകത്ത് നടത്തിയാവട്ടെ, ചില ആളുകൾ ദൈവത്തിന്റെ ആളുകൾ നടത്തിയാവട്ടെ. ഇന്ന് പകൽ നീ വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക, ചില ദൂത് ഇന്ന് പകൽ നിന്റെ കുടുംബത്തിലേക്ക് വരാൻ പോവുക, നിന്റെ ഭവനത്തിലേക്ക് വരാൻ പോവുക. നീ ആരാധനകളുടെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ചില സന്തോഷ വാർത്തകൾ കേൾക്കാൻ പോവുക, കാണാൻ പോവുക. ദൈവത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വിളിച്ചു പറയുകയും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ
ശത്രുവായ പിശാചിന് ഒരു കാര്യം ദൈവവേദനയെ കുറിച്ച് അറിയാം. നമ്മളെ വീക്ക് പോയിന്റ് അറിയാം. എവിടെ പിടിച്ചാൽ നമ്മൾ വീഴും. പക്ഷെ കർത്താവ് പറയുക, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, ഭാരം ചുമക്കുന്നത് നീ എന്റെ അടുത്ത് വന്ന് നിന്റെ ഭാരം ഞാൻ അങ്ങ് തുറന്നോളാം. ഭാരം വരുമ്പോഴാ നീ വീഴുന്നു, ഇല്ലയോ? ഭാരം തുരുമ്പോഴാ നീ വീഴുന്നു. അതുപോലെ ശത്രുവിന്റെ വലിയൊരു പരിപാടി ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും കാര്യം നല്ലത് കൊണ്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ, കാര്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങി, നിങ്ങൾ ദൈവവേദനയിൽ ഇങ്ങനെയല്ല സംസാരിക്കാൻ പറ്റും. അപ്പോഴേ നമ്മളെ ഗ്യാസ് പോയി. ഇത് നമ്മൾ സംസാരിക്കുന്നില്ല, ശത്രുവിന്റെ പ്ലാനാണ്. ദൈവമക്കളെല്ലാം ശരിയാണ്. കാര്യം സത്യസന്ധതയോട് സംസാരിക്കാൻ നമുക്ക് എനിക്ക് നല്ല കാര്യമുണ്ട്. സത്യസന്ധതയോടാണെങ്കിൽ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല സംസാരിക്കാൻ. തെറ്റുള്ളതാണെങ്കിൽ ഞാൻ സംസാരിക്കാൻ ഇരിക്കത്തില്ല, ഞാൻ മിണ്ടാതിരിക്കും. പക്ഷെ ശരിയാ എന്റെ ഭാഗത്തെങ്കിൽ എന്ത് ചെയ്യും? അതുപോലെ ഓരോരുത്തരെ കളിപ്പിക്കുന്ന പരിപാടിക്കൊന്നും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? സംസാരിക്കും. അപ്പോഴേ നമ്മളെ നിയന്ത്രണമെല്ലാം സംസാരിക്കും. കാര്യം കളിപ്പിക്കുന്നത് ശരിയല്ല, കളിപ്പിക്കുന്നത് ശരിയല്ല. ദൈവവചനം പറയുന്നത് കളിപ്പിക്കുന്നത് ശരിയല്ല. സ്തോത്രം. കർത്താവ് പറയുക, അന്ത്യകാലത്തിനകത്ത് അഹങ്കാരികൾ, ഇന്ന് ഏറ്റവും കൂടുതൽ അഹങ്കാരമാണ്. ജനത്തിന് അഹങ്കാരമാണ്, മനുഷ്യന് അഹങ്കാരമാണ്. പണ്ട് KPO പറയുന്നത് പോലെ, ദൈവസ്ഥനെല്ലാം പറഞ്ഞ പോലെ ഒരു കാര്യം പറയുക, നിന്റെ വയറ്റിനകത്ത് ഓടുന്ന ഒരു വിരയുടെ ട്രാക്ക് ആ വയറ്റിനകത്തൊന്ന് മാറി സഞ്ചരിച്ചാൽ മതി, അത്രയ്ക്ക് ഒഴുകി. സത്യമല്ലേ? ഇന്ന് ഈ വയറിനകത്ത് വിര ഓടുന്നുണ്ട്. ആ വിരയൊന്ന് മാറി ശ്വാസകോശത്തിനകത്തോട്ട് ഒന്ന് കയറുന്നു, തീർന്നു. നീ അങ്ങോട്ട് വലിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് തിരിച്ചു വന്നില്ലെങ്കിൽ പോയി. പക്ഷെ സംസാരവും പതിയെല്ലാം കണ്ടു കഴിഞ്ഞാൽ എന്തൊരാൾക്കാരും. ഞാൻ ഓർക്കും, കർത്താവ് ഇത്രയും ക്ഷമിക്കുന്നു. നമ്മളെല്ലാം എത്രയെല്ലാം ചാടിയിട്ടുണ്ട്, കർത്താവ് ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ക്ഷമിച്ചിട്ടുണ്ട്. കർത്താവ് പറയാ, ഞാൻ ക്ഷമിക്കുന്നത് പോലെ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾക്ക് പറ്റുമോ? ഞാൻ ക്ഷമിക്കുന്നത് പോലെ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുമോ? ഞാൻ ക്ഷമിക്കുന്ന പോലെ നിങ്ങൾ ക്ഷമിക്കണം. ഒന്ന്, ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിയാവണം. സ്തോത്രം. ഞാൻ പറഞ്ഞു, പരീക്ഷ വരും. നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് എടുത്തു, ശമരിയക്കാരിയെ എടുത്തു. ശമരിയക്കാരി യേശുവിന്റെ അടുത്ത് വന്നു. അവളോട് ഒരു താല്പര്യം യേശുവിനുണ്ട്. കാര്യം എന്തുവാ? ഇവർക്ക് പ്രത്യാശയോട് താല്പര്യമുള്ളവർ. ഇവിടെ സംസാരത്തിനകത്ത് തന്നെ പ്രത്യാശയോട് താല്പര്യമുണ്ട്. പക്ഷെ പലപ്പോഴും പ്രത്യാശയിലേക്ക് ഇവിടെ പോകാൻ പറ്റാത്തത് പാവം മുന്നിൽ കിടക്കുന്നുണ്ട്. അപ്പോഴേ വിളികളത്ത് കർത്താവ് പറഞ്ഞേ, ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം ഞാൻ നിനക്ക് തരാം. സ്തോത്രം. നിന്റെ അടുത്ത് വേണ്ടി വെള്ളം ചോദിക്കുന്ന ആളിനെ മനസ്സിലാക്കാം. നീ ഇപ്പം കുടിക്കുന്ന വെള്ളം ദാഹിക്കും, പക്ഷെ ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം ഞാൻ തരാം. അപ്പോഴേ അവള് പറഞ്ഞു, യേശുവേ, സ്തോത്രം, ആ വെള്ളം എനിക്ക് തരുമോ? ആ വെള്ളം എനിക്ക് തരുമോ? ഇവളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു ഭാഗമാണ്. ഇവളെടുത്ത് പറയും, ആ വെള്ളം എനിക്ക് തരും, എനിക്ക് ഇവിടെ നിന്ന് പോരാൻ വയ്യ. യേശു ഉടനെ എടുത്ത വായി പറഞ്ഞു, തമ്പുരാൻ ഉടനെ പറഞ്ഞു, തമ്പുരാൻ പറഞ്ഞു, നീ പോയി ഭർത്താവിനെ വിളിച്ചു. അവൾ എടുത്ത വായി പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. പാപം ഏറ്റു പറയുന്നോളാം, പാപത്തെ വെച്ചുകൊണ്ടിരിക്കുന്നുള്ള പാപ കുറവുകൾ ഏറ്റു പറയുന്നത്. എനിക്ക് ആ സഹോദരിയുടെ ഒരു 2-3 പോയിന്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് വായിച്ചപ്പോൾ എനിക്ക് വീണ്ടും വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന്, സ്തോത്രം, അവൾ ചാടി ദാഹിച്ചു. അവള് വചനത്തെ കുറിച്ചെല്ലാം അങ്ങോട്ട് പറഞ്ഞിട്ട് ചാടി ദാഹിച്ചു, എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. ഭർത്താവ് തരാം, ഒരു കാര്യം ചെയ്യും, എന്റെ ഭർത്താവിനെ വിളിച്ചു. അവൾ എടുത്തുമായി പറഞ്ഞു, എനിക്ക് ഭർത്താവ്. കർത്താവോട് പറഞ്ഞ അടുത്ത ദൂതം പറഞ്ഞു, ഇത് നിന്റെ 5ാമത്തെ ഭർത്താവാണ്, ഇത് നിന്റെ 5ാമത്തെ ഭർത്താവാണ്. പക്ഷെ ഇത് നിന്റെ ഭർത്താവല്ല, ഇത് നിന്റെ ഭർത്താവല്ല. ഇത് കേട്ടപ്പോൾ നമ്മളാണെങ്കിൽ കരഞ്ഞ് കേട്ടു പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം കുടിച്ചിട്ട് വാങ്ങും. ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം കുടിച്ചുകൊണ്ട് നമ്മളെന്ത് ചെയ്യും? വാങ്ങും. ഇവള് യഥാർത്ഥ ദൈവത്തിന്റെ ദൂത് അവളുടെ ജീവിതത്തിനകത്ത് ആരും അറിയല്ലേ എന്ന് വെച്ച രഹസ്യങ്ങൾ കർത്താവ് കൊണ്ട് വെളിപ്പെടുത്തിയപ്പോൾ അവള് ചെയ്ത പരിപാടി എന്തുകൊണ്ടെങ്കിൽ നേരെ ഗ്രാമത്തിലോട്ട് ഓടിപ്പോയി. അവൾ യേശുവിനോട് ഒന്നും പറയാൻ നിന്നില്ല. അവൾ നേരെ എങ്ങോട്ട് പോയി? ഗ്രാമത്തിലൊക്കെ ഓടിപ്പോയി. ഓടിച്ചെന്നിട്ട് അവരോട് എല്ലാവരോടും ചെന്ന് പറയുക. ആ സന്തോഷമാ അവളെ ഷെയർ ചെയ്ത് അവൾ പറയുക, എന്റെ എല്ലാ പാപം പറഞ്ഞ ഒരു മനുഷ്യനോട് അപ്പുറം നിൽക്കുന്നു. അത് യേശു ആയിരിക്കും, അത് മശിയായിരിക്കും. എനിക്ക് തോന്നുന്നു മശിയാണ്. കാര്യം എന്റെ എല്ലാ പാപവും രഹസ്യമായിട്ട് വെച്ച എല്ലാ പാപവും
ചെയ്യുക? അവിടെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ആ മഷിയെ ഒന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമത്തിൽ കൊണ്ടുപോവാ, നിങ്ങൾ എല്ലാവരും ഒന്ന് വാ. ഇന്നത്തെ ആളാണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ അനുഗ്രഹപ്പെടത്ത്, എന്റെ ഗ്രാമത്തിലോട്ട് വരണ്ട, ഗ്രാമമല്ല വിളിക്കട്ടെ, ഞാൻ എല്ലാവരും വേണ്ടി അനുഗ്രഹപ്പെടാം. സാത്വതയുടെ മനസ്സായിരുന്നു. ഞാനും എന്റെ കുടുംബം അനുഗ്രഹപ്പെട്ടാൽ അടുത്തുള്ളവന് അനുഗ്രഹപ്പെടണ്ട. ഞാനും എന്റെ കുടുംബം അനുഗ്രഹപ്പെട്ടാൽ ഞങ്ങൾ നല്ല വസ്ത്രം ധരിക്കണം, നല്ല വാഹനം ധരിക്കണം, ഞങ്ങൾ നല്ല വീടിൽ താമസിക്കണം, അല്ലാതെ വേറെ ആരും താമസിക്കണം. ദൈവം നിങ്ങൾക്ക് ദാരിദ്ര്യവും പ്രയാസവും തരുന്നത് എന്തിനു വേണ്ടിയാണ്? ഇത് കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. എനിക്ക് ജോലി കിട്ടിയാൽ മാത്രമല്ല, എന്നെ പോലുള്ള അനേകം അമികാലിൽ എന്നെ പോലുള്ളവരുണ്ട്. അവർക്കെല്ലാം ദൈവം എന്ത് ചെയ്യണം? ഒരു ജോലി കൊടുക്കണം, നന്മ കൊടുക്കണം, അനുഗ്രഹം കൊടുക്കണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ആര് തരുന്നത്? ദൈവം നമുക്ക്. അതേപോലെ നമ്മുടെ നാട്ടിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ഞാൻ രക്ഷിക്കപ്പെട്ടു, എന്റെ കുടുംബം അനുഗ്രഹപ്പെട്ടു, എന്റെ തലമുറ അനുഗ്രഹപ്പെട്ടു. അതുപോലെ ഈ ദേശത്ത് ചിലവരെന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം, ദൈവത്തെ അറിയണം, എന്നെ പോലെ അവരും അനുഗ്രഹം പ്രാപിക്കണം. ദൈവം അവരെ തൊടണം. ദൈവം ആരെയൊക്കെ തൊടാൻ വെച്ചിട്ടുണ്ട് അവരെല്ലാം തൊട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഒരു പ്രാർത്ഥനയുടെ കടപ്പാട് ആരെ ഏൽപ്പിച്ചിട്ടുണ്ട്? ദൈവം നമുക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. സുഷേടൊന്നും എന്ന് പറയാനല്ല ഈ കാലത്തിന്റെ പ്രശ്നങ്ങളാണ് എന്ന് പറയുന്നു വേണ്ട. പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റും. ആർക്കും പ്രാർത്ഥന പറയാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. തീർന്ന് പ്രാർത്ഥിക്കണം. നമുക്കുള്ള നന്മ മാത്രമല്ല, നമ്മളെ പോലെ എത്ര പേരുണ്ട് ആശ്രയമില്ലാതെ കിടക്കുന്ന എത്ര പേരുണ്ട് ഇല്ലയോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. നമുക്ക് നന്മ പ്രാപിക്കും, അവരും പ്രാപിക്കണം. നമുക്ക് തരുന്ന ദൈവം അവർക്കേ തരും. അവർ ദൈവത്തെ അറിയുകയും ചെയ്യണം, ജീവനുള്ള ദൈവത്തെ അറിയുകയും ചെയ്യണം. ഈ സ്ത്രീക്ക്, ഈ സഹോദരിയെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. നാട്ടുകാർ മൊത്തം യേശുവിനെ 2-3 ദിവസം യേശുമായിട്ട് സംസാരിച്ച് യേശുമായിട്ടുള്ള അത്ഭുത പ്രവൃത്തികൾ, ദൈവത്തിന്റെ വചനമെല്ലാം തിരിച്ചറിഞ്ഞപ്പോൾ നാട്ടുകാർ പറഞ്ഞു, നിന്നെ ഓർത്തല്ല ഞങ്ങൾ ഇപ്പം വിശ്വസിക്കുന്നത്. ആദ്യം ഞങ്ങൾ വിശ്വസിച്ചു, നീ പറഞ്ഞത് വേണ്ട ഞങ്ങൾ വന്നത്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് യേശു മസിഹയാണ്. അപ്പോഴേ ആർക്ക് വിടുതൽ കിട്ടി? ഈ സഹോദരിക്ക് വിടുതൽ കിട്ടി. സഹോദരി ദൈവത്താൽ അനുഗ്രഹപ്പെട്ടവളായി. പ്രിയ ദൈവമക്കളെ, ദൈവവചനങ്ങൾ കേൾക്കുന്നതനുസരിച്ച്, ദൈവമായിട്ട് നമ്മൾ അടുക്കുന്ന അനുസരിച്ച് നമ്മളെ താഴ്ത്തിക്കും. നമ്മുടെ അകത്തൊരു സാധനം പൊങ്ങി വരും, ജഡം പൊങ്ങി വരും. ആ ജഡത്തെ തീരണം. നമ്മളൊന്നുമല്ല, സിമ്പിളാ. ആരുണ്ടെങ്കിലേ തന്നെ നടക്കത്തുള്ളൂ. കർത്താവ് ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. കർത്താവിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. അല്ലാതെ നമ്മളെ ബുദ്ധിയോ ചിന്ത കൊണ്ടോ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ സിമ്പിളായിക്കോളും. ദൈവം ഓരോ പദവി തരുമ്പോഴും, ഓരോ സ്റ്റേജ് തരുമ്പോഴും, ഓരോ കസാര നമ്മളെ ഫ്രണ്ടിൽ ഇട്ട് തരുമ്പോഴും, നമ്മൾ കയറി ഇരിക്കുമ്പോഴും ആരെ സ്തുതിച്ചോണം? യേശുവിനെ സ്തുതിച്ചോണം. ദൈവത്തെ മഹത്വപ്പെടുത്തി. കഴിഞ്ഞ ഫുട്ബോൾ കളിയിൽ ഒരു ഫുട്ബോൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ അവന് കിട്ടിയ എമൗണ്ട് മൊത്തമായി അവിടുത്തെ പാർശ്വമാർക്ക് കൊണ്ടു, ആ രാജ്യത്തിലെ സഭകൾക്ക് കൊണ്ടു. അവന്റെ വ്യക്തിപരമായ ചില ഭാഗങ്ങൾ കണ്ടപ്പെടാം. കളിക്കാൻ കയറുമ്പോൾ അവൻ ഇത്രയേറെ പാർശ്വനാന്ന് ഇറങ്ങി വരും കളിക്കാൻ. അവന് വിജയം കിട്ടിയപ്പോ അവൻ മൊത്തം ആർക്ക് കൊടുക്കും? ഇന്ത്യക്കകത്ത് അങ്ങനെ ഒരു പെൺകുച്ചു ചെയ്തതിന് ആ കൊച്ചിനെതിരെ ഭയങ്കര വിഷയമായി. പക്ഷെ ആ കൊച്ചു മാറിയില്ല. ആ കൊച്ചു അപ്പോഴും പറഞ്ഞു, എന്നെ ഉയർത്തിയത് കർത്താവായ യേശു. സ്തോത്രം. എവിടെങ്കിലും സ്റ്റേജുകളിൽ ചെല്ലുമ്പോൾ ചാടി എഴുന്നേറ്റ് അങ്ങോട്ട് ഉയർത്താൻ പഠിക്കണം. നമുക്ക് ദൈവം തരുന്ന ഓരോ സീറ്റിനകത്ത് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. ഇരിക്കുമ്പോൾ പറയണം, ഇത് ദൈവം തന്നതാണ്. സ്തോത്രം. ഇപ്പൊ വേറെ ഒന്നും പറയണ്ട. സ്തോത്രം എന്ന് പറയുമ്പോഴേ അറിയാം, എതിരെയിരിക്കുന്നവന് അറിയാം, ഇത് ആരാധിക്കാൻ പോകുന്ന കൂട്ടമാണ്, ആരാധിക്കാൻ പോകുന്ന ദൈവജനമാണ്. ഇതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തടയാൻ പറ്റത്തില്ല. ഒരു ശക്തിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്തോത്രം. മനുഷ്യനെല്ലാം നന്മ കൊടുക്കുമ്പോഴും സ്തോത്രം രതീഷ് ഞാൻ പ്രാർത്ഥിച്ച അവിടെ പാർശ്വല്ല, ഞങ്ങൾ ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴേ ഇപ്പൊ എന്ത് ചെയ്യും, രതീഷ് മിണ്ടാത്തില്ല. ഇപ്പം അറിയാം ചീറ്റി പോകുന്നത്, മിണ്ടിയിട്ട് കാര്യമില്ല. മിണ്ടിയിട്ട് കാര്യമില്ലെന്നറിയാം. കാര്യം എന്തുവാ? ജീവനുള്ള ദൈവത്തെ എത്ര കാത്തു വെച്ചാലും ജീവനുള്ള ദൈവം ഉയർന്നുകൊണ്ട് വരും, പൊങ്ങിക്കൊണ്ട് വരും. ആ ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, താക്കുവാൻ കഴിയത്തില്ല. ആ ദൈവത്തിന് മാത്രമേ അനുഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. നമുക്ക് കിട്ടുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ അവിടെ ആരെ സ്തുതിച്ചോണം? ദൈവത്തെ സ്തുതിച്ചോണം. എന്ന് ഈ ലോകത്തിൽ നമ്മൾ ഒരുപാട് അഹങ്കാരികളെ കാണും. സ്വയം അഹങ്കരിക്കുന്ന ഒരുപാട് പേരുണ്ട്.
അഹങ്കരിക്കുന്ന അനേകരുണ്ട്. എന്റെ പ്രിയ ദൈവമക്കളെ, ആ അഹങ്കരിക്കുന്നവരെല്ലാം വീഴുന്ന ഒരു ദിവസവും ഇന്ന് വീണുകൊണ്ടിരിക്കും. അങ്ങനെ അഹങ്കരിക്കുന്നവർ ഒരു സൈഡ് വീണുകൊണ്ടിരിക്കുക, ഒരു സൈഡ് കുങ്ങിക്കൊണ്ടിരിക്കുക, ഒരു സൈഡ് തകർന്നുകൊണ്ടിരിക്കുക. ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. അടുത്തത് അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും. ഇതൊന്നും ഇല്ലെങ്കിൽ ഓർത്തോണം, ഇത് ആരില്ലെന്ന്. കർത്താവ് ഉണ്ടോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ ഏറ്റവും വലിയ സ്തോത്രം അടയാളമായി, ഏറ്റവും വലിയ അടയാളമായി നന്ദികെട്ട സ്വഭാവം ഉണ്ടെങ്കിൽ ഓർത്തോണം, ആരില്ല. കർത്താവിന്റെ കൂടത്തില്ല. മറ്റുള്ളവരെ അംഗീകരിക്കാത്തവൻ, മറ്റുള്ളവരെതിരെ ദൂഷം ചെയ്യുന്നവൻ, അപ്പോഴേ ഓർത്തോണം എന്ത് ചെയ്യണം. ആരില്ല. ചില സഭയ്ക്ക് എതിരെയെല്ലാം എന്തൊക്കെ ദോഷം, നമുക്കെതിരെ എന്തൊക്കെ ദോഷമാണ് ചെയ്ത്, ഏത് രീതി നമ്മൾ ഒരു കാര്യത്തിലും പോയില്ല, നമ്മൾ ഏത് രീതി ഓടിക്കണമെന്നോ. ദൈവമക്കളാ പറയുന്നത്. അവിടെ എന്തില്ല? ദൈവമില്ല. ദൈവം ഉണ്ടായിരുന്ന ഏത് വരത്തില്ല. ഇന്ന് പകല് പറയുക, പരദോഷം പറയുന്നവരും എഷ്ടി പറയുന്നവരും, അതുപോലെ ഒരുവനെ നിന്ദിക്കുന്നവരും പരിഹസിക്കുന്നവരും അംഗീകരിക്കാത്തവരും അപ്പനമ്മയെ സ്നേഹിക്കാത്തവരും ഒന്നും ആരില്ല. ദൈവമില്ല. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ആരുണ്ട്? കർത്താവുണ്ട്. മാറ്റമില്ല. കർത്താവുണ്ട്. സ്തോത്രം. ഈ മംഗളാമണിയേരെ താമസിച്ച മംഗളാമണിയേരെ എത്ര പേര് ഒതുക്കാൻ നോക്കി. സ്തോത്രം. ഏതെല്ലാം രീതി ദുഷിച്ചും പരിഹസിച്ചും എല്ലാം പറയുന്നു. അതെല്ലാം തകർത്ത് മാറ്റിക്കൊണ്ട് ഇന്ന് നാവ് അടയ്ക്കുന്ന രീതിയിൽ തലമുറ അനുഗ്രഹിച്ചിരിക്കും. ഈ പറഞ്ഞവരെല്ലാം വീട്ടിലെല്ലാം ഈ പറഞ്ഞ ടീമുകളെല്ലാം അവിടെ ഇരുന്ന സമയത്ത് മംഗളാമണിയിൽ ദുബായി പോയിട്ട് വന്നു. സ്തോത്രം. ദൈവം കൊണ്ടുവന്ന് അവരുടെ വായടച്ചോ. ഇതെല്ലാം വലിയ നന്മയാണ് ദൈവമക്കളെ. നമ്മൾ ഒരു സിമ്പിൾ കാര്യമില്ലയോ. ചിന്നൂര് സുപ്രഭാതത്തിൽ വിസ അയച്ചു കൊടുത്ത് ടിക്കറ്റ് എടുത്ത് പോകാൻ. ഞാൻ അവിടെ ഒന്നും പോയൊന്നും ചെയ്തില്ല. ഞാൻ പോസ്റ്റ് ചെയ്തൊക്കെ ഞാൻ തിരിച്ചു വന്നു. ചിലർക്ക് അവിടെ അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. ഇത് കണ്ടിട്ടും കേട്ടിട്ട്. ഇത് ആര് ചെയ്തതാ? ദൈവം ചെയ്തതാ. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ദൈവം ഓരോ നന്മകളും നമ്മുടെ കുടുംബത്തിനകത്ത് തരുന്നത് ആര് ചെയ്യുന്നതാ? ദൈവം ചെയ്യുന്നതാ. സ്തോത്രം. അതുപോലെ ജന്മത്തിൽ സ്തോത്രം നന്നാവത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. സ്തോത്രം. അവരുടെ ഭർത്താവിന്റെ വീട്ടുകാർ ആലോചിച്ചു. പക്ഷെ അവര് തകർന്നല്ലാതെ ഇവിടെ ഒരു തകർച്ചയില്ല. പലപ്പോഴും അവർ തിരക്കുന്നുണ്ട്, ഇപ്പോഴും തിരക്കിക്കൊണ്ടിരിക്കുക. അവരുടെ ഓരോ തകർച്ചകളും കണ്ടുകൊണ്ടിരിക്കുക. ആര് മാനിക്കുക? അവര് സമാധാനമായി സന്തോഷമായി വിളിച്ചു പറഞ്ഞിട്ടും ഇതുവരെ അവർക്ക് സമാധാനം സന്തോഷം കിട്ടിയിട്ടില്ല. ദൈവമക്കളെ തൊട്ട ആര് ചോദിക്കും? കർത്താവ്. നമ്മൾ ഒന്നിനും നിൽക്കണ്ട. ദൈവത്തോട് ചോദിച്ചാൽ മതി, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ അതിനെ ആ ചിന്തയെ കളഞ്ഞാൽ മതി. അങ്ങനത്തുള്ള ചിന്തകളെ കളഞ്ഞിട്ട് ദൈവസ്ഥനെ നന്ദിയുള്ളവരെ ദൈവസ്ഥനെ പ്രാർത്ഥിച്ചാൽ മതി. ആര് തരും? ദൈവം മറുപടി. ദൈവം അത്ഭുതം ചെയ്യും. സ്തോത്രം. ഇന്ന് നമ്മൾ ഈ ലോകത്തിൽ പലതും കാണുമ്പോഴും നമ്മൾ ഓർക്കാറുണ്ട്, ദൈവം ഇതൊന്നും കാണുന്നില്ലയോ? കർത്താവ് പറയുന്നത് അന്ത്യകാലമാണ്. ദൈവം ഇതൊന്നും കാണുന്നില്ലയോ? നമ്മൾ പലപ്പോഴും ചോദിക്കത്തില്ല, ഇത്രയും അഹങ്കരിച്ചിട്ട് ദൈവം ഇത് കാണുന്നില്ലയോ? നമ്മൾ എത്രയെല്ലാം നിലവിളിച്ചാലും എപ്പോഴും പരീക്ഷയാണ്, എപ്പോഴും പ്രതികൂലം. സ്തോത്രം. പോക്കറ്റ് നിറയുന്നില്ല. സ്തോത്രം. എപ്പോഴും ശൂന്യാവസ്ഥയാണ്. പക്ഷെ അവൻ എത്ര അഹങ്കരിച്ചിട്ടും അവന് കിട്ടിക്കൊണ്ടിരിക്കുക. അത് അവന്റെ കാലമായിപ്പം അന്ത്യകാലത്തിൽ അവനെ കൊടുത്തിരിക്കുന്നതായി. ഈ ലക്ഷണങ്ങൾ കാണിക്കണം, എങ്കിലേ സാക്ഷ്യം വെളിപ്പെടുത്തുള്ളൂ. സാക്ഷ്യം വേണ്ടേ? സാക്ഷ്യം കേൾപ്പിക്കണ്ടേ? സ്തോത്രം. അതാ ഇവിടെ സംഭവിച്ചുകൊണ്ട് നടക്കുന്നത്. അല്ല, ദൈവം നമ്മളെ കൈവിട്ടിട്ടൊന്നുമല്ല. അന്ത്യകാലം അടുത്ത വാക്യം വായിക്കാം. വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അതിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും രാഷ്ട്രീയക്കാരും നിഗളികളുമായി. സ്തോത്രം. ഇണങ്ങാത്തവർ, സ്നേഹമില്ലാത്തവർ, രാഷ്ട്രീയക്കാർ ഇന്ന് മൊത്തം നടക്കുന്നതാണ്. നമ്മുടെ ചുറ്റുവട്ടം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
സ്തോത്രം, ഹല്ലേലൂയ. നിയമപാലകന്മാരുടെ മധ്യേ നോക്കിയാലും ജനങ്ങളുടെ മധ്യേ നോക്കിയാലും എല്ലാം എന്തില്ല, ഒരു മയവും ഇല്ല. വചനം പറയുക അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. അതിന്റെ അടുത്തൊരു വാക്യത്തിലേക്ക് വരാം. സ്തോത്രം, യോഹന്നാൻ സുവിശേഷത്തിലേക്ക് ഒന്ന് വരാം. അതിൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തുന്നതിലേക്ക് വരാം. 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. 1 യോഹന്നാൻ. ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ജഡമോഹം, കൺമോഹം, ഇതെല്ലാം എവിടുന്ന് വരുന്നതാണ്? ലോകത്തിൽ നിന്ന് വരുന്നതാണ്. ലോകത്തിൽ നിന്ന് വരുമ്പോഴാണ്. ഈ വചനം വായിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, നമ്മുടെ സഭയ്ക്കകത്തുള്ള ദൈവ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായി പ്രാർത്ഥിക്കാറുണ്ട്. ജഡമോഹത്തിന് അവർ അടിമയാവില്ല, ലോകത്തിന്റെ ജഡമോഹത്തിന് അവർ അടിമയാവില്ല. അതൊരിക്കലും അവരെ എന്ത് ചെയ്യാൻ പറ്റില്ല, അടിമയാക്കാൻ ദൈവം അനുവദിക്കരുത്. ജഡമോഹം അവരുടെ ജീവിതത്തിനകത്ത് ഉണ്ടാവാൻ അനുവദിക്കരുത്. അവർക്ക് എപ്പോഴും ആത്മീയ മോഹമേ ഉണ്ടാവും. അതേ നിലനിൽക്കത്തുള്ളൂ, അതേ അനുഗ്രഹം കിട്ടത്തുള്ളൂ. അതിന് മാത്രമേ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ജഡമോഹം ഒരിക്കലും ആർക്കുണ്ടാവല്ലേ? ദൈവമക്കൾക്ക് ഉണ്ടാവല്ലേ? കൺമോഹം ഉണ്ടാവല്ലേ? സ്തോത്രം. അതുകൊണ്ട് പറഞ്ഞ അയൽക്കാരന്റെ ഒന്നിനെ നീ മോഹിക്കരുത്. ആ പറഞ്ഞ എന്തുകൊണ്ടാണ്? അയൽക്കാരന്റെ ഒന്നിനെ നീ മോഹിക്കരുത്. നിനക്ക് ദൈവം തരുന്നതിനകത്ത് തൃപ്തിപ്പെട്ടോണം, സന്തോഷിക്കപ്പെട്ടോണം. ദൈവം നിനക്ക് തരുന്ന അനുഗ്രഹം വേറെയാ. ആർക്കും അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അളക്കാൻ പറ്റത്തില്ല. ആ രീതിയിലായിരിക്കും ആരനുഗ്രഹിക്കുന്നത്? ദൈവം അനുഗ്രഹിക്കുന്നത്. അടുത്ത വാക്യം. ലോകമോ അതിന്റെ മോഹമോ ഒഴിഞ്ഞു പോകും. ദൈവം ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും അനുഗ്രഹപ്പെടും, നിലനിൽക്കും. ലോകത്തിന്റെ മോഹം എല്ലാം ഒഴിഞ്ഞു പോകുന്ന ദിവസമുണ്ട്, തകർന്നു പോകുന്ന ദിവസമുണ്ട്. പക്ഷേ സ്തോത്രമാല ദൈവം അനുഗ്രഹിക്കുന്നവനെ ആരനുഗ്രഹിക്കും? ദൈവം അനുഗ്രഹിക്കും. ദൈവഹിത പ്രകാരം മോഹിക്കുന്നവനെ, ദൈവപ്രകാരം ജീവിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. അവരെ ഒരിക്കലും എഴുതിയിട്ടില്ല. ഒരു നാശനഷ്ടമോ പ്രയാസമോ സങ്കടമോ അവരുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകത്തില്ല. നിത്യമായി അവരെ അനുഗ്രഹിക്കും. അടുത്ത വാക്ക് അതൊന്നും വായിക്കും. ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും എന്ത് ചെയ്യും? നിലനിൽക്കും. സ്തോത്രം. ലോകപ്രകാരം പോകുന്നവരെല്ലാം എന്ത് ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഹങ്കരിക്കുന്നവൻ ഒരു സൈഡിൽ അഹങ്കരിച്ചുകൊണ്ടിരിക്കുക, ഒരു സൈഡിൽ വീണുകൊണ്ടിരിക്കുക. അവരുടെ പേര് ഇല്ലാതായിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ദൈവ ഇഷ്ടം ചെയ്യുന്നവരുടെ പേര് എന്ത് ചെയ്യും? ദൈവം എന്നും നിലനിർത്തും. അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആർക്കും തൊടുവാൻ കഴിയത്തില്ല, തകർക്കുവാൻ കഴിയത്തില്ല. അടുത്തത് ഇത് അന്ത്യനാളാകുന്നു. എതിർ ക്രിസ്തു വരുന്നെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇന്ന് ദൈവത്തിന്റെ വചനത്തിന് വിപരീതമായി നിൽക്കുന്നതെല്ലാം അന്ത്യകാലമാണ്. എന്തുകൊണ്ടാണ് എന്റെ കുടുംബത്തിൽ ഇത് സംഭവിച്ചത്? അന്ത്യകാലമാണ്. ഓർത്തോണം, ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അന്ത്യകാലമാണ്. ഇതെല്ലാം നടക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റുമോ? ഇന്ന് മക്കളെ ഞാൻ രാവിലെ എഴുന്നേറ്റ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും മഞ്ഞ് കണ്ടിട്ടില്ല. മഞ്ഞുകൊണ്ട് ഈ ദേശം മൂടിയിരിക്കുന്നു. ഞാൻ ഡിസംബർ ആയോ, ഈ ഡിസംബർ മാസം കാണേണ്ട സാധനമാണ്. പക്ഷെ കഴിഞ്ഞ ഡിസംബർ മാസം പോലും ഇത് കണ്ടിട്ടില്ല. അപ്പൊ എന്തോ കാലം മാറി, കാലാവസ്ഥകൾ മാറി. പല രീതിയിൽ ദൈവം ചില സൂചന തരുക, പ്രകൃതിയോട് തന്നെ സൂചന പ്രകൃതി വഴി തരുക. എന്നിട്ട് പലരും എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാവുന്നില്ല. പലരും സ്വയം അഹങ്കരിച്ചുകൊണ്ടിരിക്കും. കാലാവസ്ഥ പ്രവചിക്കുന്നവർക്ക് ഇതുവരെയെങ്കിലും പ്രവചനം നിവൃത്തിയാക്കാൻ പറ്റിയിട്ടുണ്ടോ? നിവൃത്തിയാക്കാൻ പറ്റുന്നില്ല. കാര്യം അവരുടെ ബുദ്ധിക്കെല്ലാം അപ്പുറമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ആരും? ദൈവം. യുദ്ധങ്ങളായി, ക്ഷാമങ്ങളായി, പല രാജ്യങ്ങളിൽ യുദ്ധങ്ങളുണ്ട്. പല സ്ഥലങ്ങളില് നമ്മൾ നമ്മുടെ ദൈവമക്കളിൽ ഇരിക്കുന്നിടത്തും നമ്മളത് അനുഭവിക്കുന്നില്ലെങ്കിൽ അനേകം രാജ്യങ്ങളിൽ അനേകം പേരെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക, നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞേ, ദൈവമക്കൾക്ക് തരുന്ന കറൻസി, പല രാജ്യത്തിന്റെ കറൻസി അവരുടെ ജീവിതകാലത്ത് മുഴുവനും അനുഗ്രഹം.
അനുഗ്രഹമായി തീരണം. അതിനുവേണ്ടി ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അനുഗ്രഹം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് ഒരു കുടുംബത്തിനും അനുഗ്രഹമാവണം, സഭയ്ക്ക് അനുഗ്രഹമാവണം, അനുഗ്രഹമാവണം. ദൈവം അവരെ ഇരട്ടിയായി സമൃദ്ധിയായി ആരനുഗ്രഹിക്കണം? ദൈവം അവരെ അനുഗ്രഹിക്കണം. അടുത്ത വാക്യം വായിക്കാം. അന്ത്യനാഴികയാകുന്നുവെന്ന് നമുക്കറിയാം. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. അവർ നമുക്കുള്ളവർ ആയിരുന്നുവെങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന്. കണ്ടോ, നമ്മൾ ഓർക്കാറുണ്ട് ആ സഭയ്ക്കകത്ത് എന്തോ ഇങ്ങനെ നടക്കുന്നത്, ഈ സഭയ്ക്കകത്ത് എന്തോ ഇങ്ങനെ പ്രശ്നം, നമ്മളുമായിട്ട് ചേരുന്നില്ല. ചേരാത്തതിന്റെ കാര്യം എന്തോ? അവിടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദമല്ല. യഥാർത്ഥ ദൈവത്തിന്റെ വചനവും യഥാർത്ഥത്തിന്റെ ആത്മാവിന്റെ ശബ്ദവും എന്ത് ചെയ്യും? കൂട്ടിച്ചേരും. അല്ലാത്തവരെന്ത് ചെയ്യും? ദൈവവചനം പറയുക അകന്നയും. അവർ നമുക്കില്ലാത്തത് കൊണ്ട്, നമ്മളെ അല്ലാത്തത് കൊണ്ടാണ് അവർ മാറിപ്പോകുന്നത്. മനുഷ്യൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യനാണ്. മനുഷ്യനാൽ മനുഷ്യൻ ദൈവത്താൽ രൂപത്തിൽ ദൈവത്തിന്റെ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടു. പക്ഷെ ഇത് ദൈവത്തിന്റെയാണ്. പക്ഷെ അവൻ നമ്മളോട് ചേരുന്നില്ലെന്റെ കാര്യം എന്തുവാ? അവൻ നമ്മളെ റൂട്ട് വേറെ, അവന്റെ റൂട്ട് വേറെ. അവിടെ പ്രാർത്ഥനയുണ്ട്, കയ്യടിയുണ്ട്, വചനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആരുമായിട്ട് ബന്ധമില്ല, കർത്താവുമായിട്ട് ബന്ധമില്ല, കർത്താവുമായിട്ടൊരു ബന്ധമില്ല. അവിടെ ഓർഗനുണ്ട്, ഓർഗൻ സിസ്റ്റം ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഭയിൽ വന്നപ്പോഴേ പറയാ, കൊച്ചുങ്ങളെ ഒന്നും മാതാപിതാക്കളോടൊപ്പം ഇരുത്തത്തില്ല. സഭയ്ക്കകത്ത് മാതാപിതാക്കളോടൊപ്പം കൊച്ചുങ്ങളെ ഇരുത്തത്തില്ല. കൊച്ചു കുഞ്ഞിനെ വരെയും കൊണ്ടുപോകാം, മാതാപിതാക്കളെ ഇരുത്തില്ല. ഇനി കൊച്ചുങ്ങളെ ഒരു റൂമുണ്ട് അവിടെ, ആ റൂമിനകത്താണ്. അതിനകത്ത് അവർക്ക് കളിക്കാൻ ടോയ്സുകളും സ്തോത്രം. അവിടെ 2 ആയമാരെ നിർത്തിയിട്ടുണ്ട്, ഫുഡെല്ലാം കൊടുത്ത്. ഞാൻ എന്തോ ആരാധന, ഡിസ്റ്റർബ് ആവല്ലേ, എന്തോ ആരാധന. കുഞ്ഞുങ്ങൾ കണ്ടു വളരണം, അവൻ ആരാധന മഹത്വം രുചിച്ചറിയണം. അപ്പൊ കുഞ്ഞുങ്ങൾ പിശാചാണോ? അവനെ ആരാധനയ്ക്ക് ഇരുത്താൻ പറ്റാത്ത എന്തുകൊണ്ടാ? കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് യേശുവിന്. നമ്മളെ ഇഷ്ടപ്പെടുന്നതിന്റെ ഇഷ്ടപ്പെടുവോ? ആരെ? കുഞ്ഞുങ്ങളെ. അവരുടെ മനസ്സിനെ ഇഷ്ടമാ, കുഞ്ഞുങ്ങളെ ഇഷ്ടമാ. അവരെ തടയല്ല, എന്റെ അടുത്തേക്ക് വിടാനാ പറയുന്നത്. അപ്പൊ ഇവിടെ പറയുക, കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാൻ വേറെ റൂമുണ്ട്, അവിടെ ആയമാരുണ്ട്. സ്തോത്രം. കണ്ടുപിടിക്കുക. കാശ് കൂടിയപ്പോ എന്ത് ചെയ്യുക? പുതിയ കണ്ടുപിടുത്തം. അതുകൊണ്ട് അപ്പനും അമ്മയ്ക്കും വന്ന് നല്ലോണം എന്ത് ചെയ്യാൻ പറ്റും? ആരാധിക്കാൻ പറ്റും. എങ്ങനത്തെ ആരാധനയാണ്? ഡാൻസ് ആരാധനയാണ്. ഡാൻസ് ആരാധന പരിശുദ്ധാത്മാവിനാൽ ഡാൻസ് കളിക്കും, നൃത്തം ചെയ്യും. അത് സന്തോഷത്തിന്റെ ആരാധന, ആത്മാവിന്റെ. ഇത് ഓർഗനകത്തുള്ള താളത്തിന്റെ ആരാധനയാണ്. പാടാൻ വേണ്ടി ഒരു ഗ്രൂപ്പ്, ആരാധന വർഷിപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പ്. സ്വന്തം എല്ലാത്തിനും ഗ്രൂപ്പാ. അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ അവർ പോകും. അവർ പിന്നെ അവിടെ കാണത്തില്ല. അവരുടെ ജോലിയാണ്. സ്തോത്രം. അങ്ങനൊന്നും ബൈബിളിനകത്ത് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഒരേപോലെ ഒരേ മനസ്സോട് ആരെ സ്തുതിക്കാവുന്നതാ? ദൈവത്തെ സ്തുതിക്കാവുന്ന, ദൈവത്തെ ആരാധിക്കാവുന്ന. താളമൊന്നും അല്ല വേണ്ടേ, മനസ്സാ വേണ്ടേ, ഒരുക്കമുള്ള മനസ്സാ വേണ്ടേ. ഒരുക്കമുള്ള മനസ്സിനെ ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. ഇന്ന് ഡ്യൂട്ടിയാ. ആരാധിക്കുന്ന ആരാധന കഴിയുമ്പോഴെന്തി ഡോറ് തുറന്ന് പോയിരിക്കും. സ്തോത്രം. പിന്നെ കയറുന്ന പ്രസംഗിക്കാൻ കയറുന്നു, അവന്റെ ഡ്യൂട്ടിയായി. സ്തോത്രം. ഇന്ന് പല സമയം കണ്ടുപിടിച്ച് തകർന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. ഞാൻ ആ സിസ്റ്റർ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞാൻ എടുത്തു വായിച്ചോണ്ടിരുന്നത് സ്തോത്രം. ആ സിസ്റ്ററിന്റെ സ്തോത്രം ചില ഇന്നസെന്റ് കണ്ടോണ്ട് ഞാൻ മിണ്ടാതിരുന്നു. ഇപ്പൊ അവൻ തികന്നപ്പോഴും ഞാൻ ചോദിക്കാൻ തുടങ്ങി. അന്നാ പിന്നെ അവിടുത്തെ പ്രശ്നം പ്രാർത്ഥിപ്പിച്ചപ്പോൾ എന്തിനാ എന്റെ അടുത്തുകൊണ്ട്, എന്തിനാ എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത്? പൈസ കൂടിയപ്പോൾ എന്ത് ചെയ്യുക? പൈസ കൂടി കുറഞ്ഞതോ വലിയ ബിൽഡിങ്ങോ വലിയ വാടക ബിൽഡിങ്ങോ അല്ലെങ്കിൽ സ്തോത്രം വീടോ ഒന്നും അല്ല വിഷയം. എന്റെ മനസ്സിന്റെ ഒരുക്കമാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. നീ ഒരുക്കമായിട്ടുണ്ടെങ്കിൽ അവിടെ ആരിറങ്ങി വരും? ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരും. അന്ത്യലക്ഷം പറഞ്ഞു കർത്താവ് പറയുക, അവസാന കാലത്ത് വരും, അന്ത്യക്രിസ്തുക്കൾ വരും. അവർ നിങ്ങളുമായിട്ട് ചേരാത്തത് നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവല്ല അവർ മേൽ വ്യാപരിക്കുന്നത്. അവരെ ക്രിസ്തുവിന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ പലപ്പോഴും നിങ്ങളെ വരികെത്തി പോകല്ലേ. കാര്യം നിങ്ങൾ മേൽ വ്യാപരിക്കുന്ന ദൈവീയ ശക്തിയല്ല അവർ മേൽ വ്യാപരിക്കുന്നത്. തിരിച്ചറിയണമെന്ന് പറഞ്ഞത് പല രീതിയിൽ നമ്മളെ തെറ്റിക്കാൻ വരും, പല രീതിയിൽ പറഞ്ഞുകൊണ്ട് വരും. അയ്യോ ഞങ്ങൾ പോകുന്നത് ഇവിടെ, ഞങ്ങൾക്ക് പോകല്ലോ, നിങ്ങൾക്ക് എന്താ പോകത്തെ? നിങ്ങൾക്ക് പോകുന്നൊരു വ്യവസ്ഥയുണ്ട് കുഞ്ഞെ. ബൈബിളിനകത്ത് വ്യവസ്ഥയുണ്ട്, മനുഷ്യൻ കണ്ടുപിടിച്ചതല്ല. ബൈബിൾ പറയുന്ന വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്നതുകൊണ്ടാ ചില കാര്യങ്ങൾക്കകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? പോവാത്തതും കൈ കൊടുക്കാൻ പറ്റാത്തത്. വ്യവസ്ഥ കണക്കുക. വ്യവസ്ഥയ്ക്കകത്ത് എഗ്രിമെന്റ് ഉറപ്പിച്ചു. എവിടെ? വെള്ളത്തിനകത്ത് പോയി ആരെ ഒരുപ്പിച്ചു? യേശുവിനെ നടിക്കാൻ തുടങ്ങി.
യേശുവിനെ ധരിച്ചപ്പോഴേ അവരുടെ ഒരു എഗ്രിമെന്റ് ഉറപ്പായി. സ്തോത്രം. ഇനി എങ്ങനെ ജീവിക്കണം? പഴയ രീതിയല്ല, ഇനി എങ്ങനെ ജീവിക്കണം? പുതിയ രീതി, പുതിയ ശക്തിയാക്കിയ കർത്താവിന് വേണ്ടി ജീവിക്കണം. അതാണ് ആരാഗ്രഹിക്കുന്നത്? കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അടുത്ത വാക്കുകൾ വായിച്ച് പ്രാർത്ഥിക്കാൻ പോകും. സ്തോത്രം. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരായി അല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച്. സ്തോത്രം. കണ്ടോ? എല്ലാവരും നമുക്കുള്ളവരല്ലെന്ന് മനസ്സിലാക്കിക്കോ. നിങ്ങൾ ആരാണ്? പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചു. അടുത്തത്, നിങ്ങൾ സത്യം അറിയായിക്കൊണ്ടല്ല, നിങ്ങൾ അത് അറിയാലും ഭോഷ്കൊന്നും സത്യത്തിൽ നിന്ന് വരായികയാലും അത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത്. യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളൻ ആരാകും? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു ആകും. സ്തോത്രം. ദൈവവചനത്തിന് വിപരീതമായി ജീവിക്കുന്നവനും പ്രവർത്തിക്കുന്നവനും ഇനി ആരാവട്ടെ, അവനാരാ? ക്രിസ്തുവിനുള്ളതല്ല. ക്രിസ്തുവിനുള്ളവൻ ക്രിസ്തുവിന്റെ വചനപ്രകാരം ദൈവം തന്നിരിക്കുന്ന കൽപ്പന പ്രകാരം ദൈവവചനപ്രകാരം ജീവിക്കുന്നവനാണ് ആർക്കുള്ളത്? ക്രിസ്തുവിനുള്ളത്. അല്ലാത്തവനെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. സ്തോത്രം. അന്ത്യ ലക്ഷണങ്ങൾ പറഞ്ഞു. ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ ചുറ്റുവട്ടം കാണുന്നുണ്ട്. നമ്മൾ ഒരിക്കലും പറയല്ലേ, അയ്യോ ഇതെല്ലാം കാണുന്നല്ലോ, ഇതെല്ലാം എന്താ അടി കൊടുക്കട്ടെ. ഇതെല്ലാം അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. ഇതിനകത്ത് നമ്മൾ നിൽക്കേണ്ട. ഇതെല്ലാം വരുമെന്ന് ആരും വചനത്തിനകത്ത് 2026 വർഷത്തിന് മുമ്പ് ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെടുത്ത ദൈവത്തിന്റെ വചനത്തിനകത്ത് പറയുന്നുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നത്. ഇതൊന്നും മാറി നിൽക്കത്തില്ല. ഇതെല്ലാം സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ, നമ്മൾ നമ്മളെ റൂട്ട് മാത്രം നോക്കിയാൽ, നമ്മൾ ആരുമായിട്ട് അടുത്ത് പോകുന്നുണ്ടോ? കർത്താവായിട്ട് അടുത്ത് പോകുന്നുണ്ടോ? എന്തെങ്കിലും അകർച്ച ഉണ്ടെങ്കിൽ അകർച്ച മാറ്റി ദൈവമായിട്ട് അടുത്ത് അനുഗ്രഹം ഉണ്ടാവും. അതാണ് ആരാഗ്രഹിക്കുന്നത്? എല്ലാ ദൈവമൊക്കെ എഴുതേക്കാം. കർത്താവിന്റെ സ്ഥലത്തേക്ക് ഒന്ന് പകൽ പൂർണ്ണമായി എത്തിച്ചു കൊടുക്കാം. കർത്താവ് യേശു വെച്ച ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം കർത്താവെ വേർതിരിച്ച് ദൈവം കേൾപ്പിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഓരോ കുടുംബത്തെയും കർത്താവ് തൊടുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നതിനായി സ്തോത്രം. ദൈവീയ അനുഗ്രഹം വെളിപ്പെടുന്നതിനായി സ്തോത്രം. ശത്രുവിന്റെ എല്ലാ ദുഃഖങ്ങളും ഉടനെ മാറട്ടെ. ദൈവം ഉടച്ചു മാറ്റട്ടെ. കടന്നു വന്ന എല്ലാ ദൈവമക്കളിലേക്കും ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. കർത്താവേ, ഞങ്ങൾ ഓരോ കുടുംബത്തിനായി പ്രാർത്ഥിക്കാൻ പോവുക. ഓരോ കുടുംബത്തിനകത്തും ദൈവത്തിന്റെ ദൂതം കൊണ്ട് നിവർത്തിയാവട്ടെ. ഈ അന്ത്യകാലത്തിന്റെ ലക്ഷണം അനുസരിച്ച് അന്ത്യകാലത്തിനകത്ത് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. അന്ത്യകാലത്തിനനുസരിച്ച് ജീവിക്കാനല്ല കർത്താവ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. അന്ത്യകാലത്തെ ജയിക്കുവാനാ. അന്ത്യകാലത്തിന് അടിമയാവാനല്ല കർത്താവ് വിളിച്ചത്. അന്ത്യകാലത്തെ ജയിക്കാനാ. ഇന്നത്തെ വെളിപ്പാട് പ്രകാരം ദൈവം എല്ലാ പ്രതികൂലത്തെ പ്രതിസന്ധികളെ ജയിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ പുറത്തു വരുവാൻ ഓരോ കുടുംബത്തെ കർത്താവിന്റെ